ഹായ്. ഇൻകം ടാക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ആദ്യം എന്തായിരിക്കും വരുന്നത്? അതായത് ഒരുപാട് ലെറ്ററുകൾ, അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച്, വലിയ നോട്ടീസുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം കടന്നു വരുന്നത്. പലപ്പോഴും നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് ഒരു SMS ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു മെയിലൊക്കെ വരികയാണെന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും ഒരു പേടിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അത് തുറന്നു നോക്കുക. ഇനി എന്ത് പുലിവാലാണാവോ ഇനി വരാനായിട്ട് പോകുന്നത് എന്നായിരിക്കും നമ്മളുടെ ഒരു മനസ്സിലുണ്ടായി വരുന്ന ഒരു ധാരണ. അങ്ങനെയാണ്. പക്ഷേ ആ ധാരണകളൊക്കെ നമ്മളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ആയുധം ഇറക്കിക്കൊണ്ട്. അത് എന്താണ് ആ ഒരു പുതിയ ആയുധം എന്ന് നമുക്കൊന്ന് നോക്കാം. മാത്രമല്ല, ഇതൊന്നും ചെയ്യാതെ, ഭയപ്പെടുത്താതെ, ഭീഷണിപ്പെടുത്താതെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊയർഷനും ഒന്നും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഇൻകം ടാക്സുകാർ പതുക്കെ പതുക്കെ ആളുകളിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്, ആ ഇൻകം ടാക്സ്കാർ പ്രയോഗിക്കുന്ന ആ ഒരു പുതിയ ഒരു ടെക്നിക്കിനെ കുറിച്ച്, പുതിയ ആ ഒരു ആയുധത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടാക്സേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സുകാർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പുതിയ ആയുധത്തിൻ്റെ പേര്, ഒരു ഓമന പേര്, നഡ്ജ് എന്നുള്ളതാണ്. അതായത് നോൺ ഇൻട്രൂസീവ് യൂസേജ് ഓഫ് ഡാറ്റ ടു ഗൈഡ് ആൻഡ് എനേബിൾ എന്നുള്ളതാണ്. വലിയ പേരാണ്. പക്ഷേ ഇതൊരു വലിയ ഒരു സൂത്രപ്പണി ഇതിൻ്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഇൻകം ടാക്സുകാർ നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭയങ്കര വലിയ കോലാഹലങ്ങളൊന്നും അവരിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തു വരുന്നില്ല. പകരം വളരെ നൈസായിട്ട്, വളരെ സിമ്പിളായിട്ട് ഈ നഡ്ജ് എന്നുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. ആക്ച്വലി ഇതൊരു ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഒരു 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 സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും നമുക്കൊരു ഒരു SMS ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് പറയുകയാണ്. അതായത് ഞങ്ങളുടെ കയ്യിൽ ഉള്ള ഡാറ്റ നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റയായിട്ട് ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് തെറ്റാണ്, നിങ്ങൾ ഇവിടെ വരണം, നിങ്ങൾ ടാക്സ് അടയ്ക്കണം, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് യാതൊരു പരിപാടിയില്ല. വളരെ നൈസായിട്ടുള്ള, ഇങ്ങനെ വളരെ എന്താ ബുദ്ധിപൂർവമായിട്ടുള്ള ചില ചില വളരെ നുറുക്ക് SMS-കളൊക്കെയാണ് അയക്കുന്നത്. മാത്രമല്ല, ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളും ഒന്നിങ്ങനെ ആലോചിക്കുമേ, അതായത് ഇത് ചെറിയൊരു എന്തോ പ്രശ്നമുണ്ടല്ലോ നമ്മളുടെ അടുത്ത്. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ഡാറ്റയും നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയും തമ്മിൽ ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഇനി കൂടാതെ ചിലപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ വേറെ ചില SMS-കളൊക്കെ വരും. ഇതാ, ഒരുപാട് ആളുകൾ അവരുടെ ഇൻകം ശരിയല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, റിട്ടേൺ റിവൈസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തു. ഇന്ത്യയിലുള്ള ഇത്ര ആളുകൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തു, നിങ്ങൾ ഫയൽ ചെയ്യുന്നോ? ഇങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കൽ നമ്പറുകളൊക്കെയാണ് എന്ത് ചെയ്യണത്, ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ലോജിക്കലി അല്ല നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് ഒരു ബിഹേവിയറൽ സയൻസ് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ എല്ലാം ചെയ്തുല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഈ വന്നതിൽ ഇപ്പോൾ ഒരു SMS വരുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് തന്നെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ് ചെയ്തിട്ടുള്ള ഒരാൾ നാച്ചുറലി എന്ത് ചെയ്യും, ആ റിട്ടേൺ റിവൈസ് ചെയ്യാനോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇപ്പം നമ്മളൊരു ലാസ്റ്റ് ഒരു 1.5 years ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റിറ്റിക്സും പറയുന്നത്. അതായത് അത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച്, ഈ ഒരു നഡ്ജ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഡാറ്റ നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ഈ ലാസ്റ്റ് ഡിസംബറിൽ ഏകദേശം ഒരു 25,000 പേർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചെറിയ ഒരു SMS അയച്ചു. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾ ഫോറിൻ അസറ്റ്സ് ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലോ. അപ്പോൾ ഫോറിൻ അസറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളതൊന്ന് ഡിക്ലെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അതായത് ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 25,000 പേർക്ക് ഒരു SMS അയക്കുന്നു. ഏകദേശം നമ്മളൊരു 1 രൂപ വെച്ചിട്ട് SMS-ന് നമുക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ചിലവ് വന്നിരിക്കുന്നത്. എത്ര രൂപയാണെന്നറിയോ ഈ ഒരൊറ്റ SMS-മേൽ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്തത്? ഏകദേശം 1,000 കോടി രൂപയിലധികമാണ് ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ റിവൈസ് ചെയ്യോ അപ്ഡേറ്റ് ചെയ്യോ ചെയ്തത് ഈ ഒരൊറ്റ SMS-മേൽ മാത്രം. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് അർത്ഥം. അതായത് പ്രത്യേകിച്ച് ഭീഷണിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരൊറ്റ സിംഗിൾ SMS ഇത് പല തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് അർത്ഥം.
അതുപോലെ നമ്മുടെ നെഡ്ജ് ഏറ്റെടുത്തിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള കോൺട്രിബ്യൂഷൻ. സെക്ഷൻ 80 GGCയിൽ ഒരുപാട് പേര് ഇങ്ങനെ റോങ് ക്ലെയിം ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഒരു SMS അയക്കുകയാണ്, നിങ്ങളുടെ ആ 80 GGCയിലുള്ള ക്ലെയിം അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ തെറ്റായിട്ടുള്ള എന്താ ഡിഡക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പണി അവിടെ നിന്ന് വരുന്നുണ്ട് എന്ന് അറിയാം. അപ്പോൾ ഏകദേശം 91,000-ഓളം ടാക്സ് പേയേഴ്സ് ആണ് എന്ത് ചെയ്തത്, ഇതുപോലെ റിട്ടേൺ അങ്ങോട്ട് റിവൈസ് ചെയ്തത്. 250 കോടിയിലധികം എക്സസ് ഡിഡക്ഷൻസ് ആണ് എന്തത് റിവേഴ്സ് ചെയ്തത്. മാത്രമല്ല 768 കോടി 768 കോടി രൂപയോളം ടാക്സ് ഈ ഒരു റിവേഴ്സലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുകയുണ്ടായി. അതായത് ടാക്സ് പേയേഴ്സ് എല്ലാവരും കൂടി ഈ റോങ് ഡിഡക്ഷൻസ് റിവേഴ്സ് ചെയ്തു, ടാക്സ് അടച്ചു എന്നർത്ഥം. സിമിലർലി ഹൗസ് റെന്റ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ റോങ് ഡിഡക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ സിമ്പിൾ SMS, ഈ ചെറിയൊരു SMS വീണ്ടും ഡിപ്പാർട്ട്മെന്റ് നഡ്ജ് എടുത്ത് പ്രയോഗിച്ചു. നിങ്ങളുടെ ക്ലെയിമിൽ എന്തോ ചെറിയൊരു മിസ്സിങ് ഞങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഒന്ന് റിവൈസ് ചെയ്തോട്ടാ, ഇങ്ങനെ പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു SMS ഉള്ളൂ. അല്ലാതെ നിങ്ങൾ റോങ് ആണ്, നിങ്ങൾ റിവൈസ് ചെയ്യണം, അങ്ങനെ മാൻഡേറ്ററി ആയിട്ടുള്ള യാതൊരു നിർബന്ധ ബുദ്ധിയും ഇല്ല, ഭീഷണിയും ഇല്ല, ഒരു കാര്യവും ഇല്ല. ഒരു ചെറിയ ഒരു SMS മാത്രം 119 കോടി രൂപയാണ് എന്ത് ചെയ്തത്, ആളുകൾ അടച്ചു തീർത്തത്. ഈ TDS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ TDS ഡിഡക്ടേഴ്സിന്റെ കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സെയിം സംഭവം തന്നെ എടുത്തൊന്ന് പ്രയോഗിച്ചു. ഏകദേശം 8,500-ഓളം ആളുകൾക്കാണ്, ഡിഡക്ടേഴ്സിനാണ് എന്ത് ചെയ്തത്, ഇതേപോലെ നോട്ടീസ് അയച്ചത്. അതിന്റെ ഫലം എന്ന് പറയുന്നത് 4,800 കോടി രൂപയാണ് എന്ത് ചെയ്തത്, അഡീഷണലി ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തത്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചർ ഇൻകം ആണ് കേട്ടോ. ഈ അഗ്രികൾച്ചർ ഇൻകം, ഇല്ലാത്ത അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ടാക്സ് എക്സംഷനൊക്കെ ക്ലെയിം ചെയ്യാറുണ്ട്. സെയിം സെയിം സ്ട്രാറ്റജി തന്നെ. ഡിപ്പാർട്ട്മെന്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ ഡാറ്റയായിട്ട് ചെറിയ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് റിട്ടേൺ ഒന്ന് റിവൈസ് ചെയ്തോളൂ. ഒരൊറ്റ SMS 2,038 കോടി രൂപയാണ് അഗ്രികൾച്ചറിൽ റിലേറ്റഡ് ആയിട്ടുള്ള വരുമാനത്തിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നണില്ലേ? അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൊയർഷനോ അങ്ങനെ ഭീഷണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പകരം ഇതുപോലെ ചെറിയ ഒരു തലോടൽ പോലെയുള്ള SMS മാത്രമാണ് കാണുന്നത്. പക്ഷെ അതിനുള്ളിൽ ചെറിയൊരു ഭീഷണി നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഞങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ ഡാറ്റയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അത് മനസ്സിലാക്കുന്ന ആൾ അത് മനസ്സിലാക്കി എന്ത് ചെയ്യും, റിട്ടേൺ ഫയൽ ചെയ്യും. അതല്ല, നിങ്ങൾ നിങ്ങൾ ഒരു ചാൻസ് കൊടുക്കലാണത്. ഇനി നിങ്ങൾ അത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളത് കറക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവമായിട്ട് വരും എന്നുള്ളൊരു ചെറിയൊരു ഒരു ഒരു ഭീഷണി കൂടി അവിടെ ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് 99% ആളുകളും ആ ആ ഒരു തലോടലുണ്ടല്ലോ, ആ ഒരു തലോടൽ വീണ് പോയിട്ട് ടാക്സ് ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നോട്ടീസ് അയക്കുക, അല്ലെങ്കിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ ഡിപ്പാർട്ട്മെന്റിന് വരികയാണ്. കാരണം അത്രയധികം നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഇങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഇങ്ങനെയാണ്, അത് പ്രൂവ് ചെയ്യുന്നു, ലിറ്റിഗേഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സ് അതിനുവേണ്ടി എത്രയോ സമയം വേണ്ടി മെനക്കെടുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അസസീസ് ആയാലും അത്രയധികം സമയം മെനക്കെടുന്നു. അവസാനം ചിലപ്പോൾ ഒരു ഓർഡർ ഇടുന്നു, അതിന് എഗെയിൻസ്റ്റ് അപ്പീൽ പോകുന്നു, അപ്പീൽ സുപ്രീം കോർട്ട് വരെ പോകാമല്ലോ. അപ്പോൾ ഒരുപാട് സമയവും എനർജിയും ഒക്കെ എഫർട്ടുകളൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടാക്സ് കളക്ഷനിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊന്നുമില്ലാതെ ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് ഈ ഒരൊറ്റ ടെക്നിക്ക്, ഈ ഒരു നഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ സൈക്കോളജി തിയറികളൊക്കെ ഇതിങ്ങനെ വെറും തിയറികൾ മാത്രമല്ല, വളരെ പ്രാക്ടിക്കലായിട്ട് കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കളക്ട് ചെയ്യാനായിട്ട് ഈ തിയറികളൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മളുടെ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. വലിയൊരു ഇനീഷ്യേറ്റീവാണ് ശരിക്കും. ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മളുടെ ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഈസി ആയിട്ട് റീ എഞ്ചിനീയറിങ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരൊറ്റ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, നഡ്ജ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ളൊരു SMS ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ചെറിയ സൈക്കോളജിക്കൽ മൂവാണ് നിങ്ങളുടെ അടുത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പതുക്കെ ടാക്സ് എന്തെങ്കിലുമൊക്കെ അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അടച്ചിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനായിട്ടുള്ളൊരു മാർഗം. അപ്പോൾ നഡ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്ത ഈ ഒരു കാര്യം പുതിയ അറിവാണ് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട്, വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.